ഏവർക്കും നമസ്കാരം. ഞാൻ രാധിക ആർ വാര്യർ. വെൺമണി പ്രസ്ഥാനത്തിലെ പ്രമുഖ കവിയായ ഒറവങ്കര നീലകണ്ഠൻ നമ്പൂതിരിയുടെ ഒരു ശ്ലോകമാണ് ഞാനിവിടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. കവിയെക്കുറിച്ചും കാലഘട്ടത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുരുനാഥ തുല്യരായ തൃക്കഴിപ്പുറം രാമേട്ടൻ, മുതുപറമ്പ് നാരായണേട്ടൻ, ഡോക്ടർ ഈശ്വരേട്ടൻ, ശ്രീദേവി ടീച്ചർ തുടങ്ങിയവരൊക്കെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനാൽ ആ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. ശ്ലോകം ഇതാണ്: സൽപാത്രത്തിലൊഴിച്ചതില്ലൊരു തവിത്തോയം ഗുരുശ്രീപദപ്പൊൽപ്പൂവൊന്നു തലോടിയില്ല, സമയേ ചെയ്തീല സന്ധ്യാർച്ചനം. കെൽപ്പേറും യമരാജകിങ്കരകരവ്യാപാരഘോരാമയം നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ, പരമേ ഭയം. പശ്ചാത്താപത്തിൻ്റെ സ്വരമാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ജീവിതത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അത് ചെയ്യാതിരുന്നാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാകുന്ന ഭയം, അകാരണമായിട്ടുള്ള ഭയം, അതാണ് ഇവിടെ കവിക്കും സംഭവിച്ചിട്ടുള്ളത്. മനുഷ്യരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സൽപാത്രത്തിലൊഴിച്ചതില്ലൊരു തവിത്തോയം. നല്ല വ്യക്തികൾക്ക് ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതായത് ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുത്തിട്ടില്ല. നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് എപ്പോഴും നല്ല വ്യക്തികൾക്കായിരിക്കണം ചെയ്തു കൊടുക്കേണ്ടത്. അത് വിദ്യയായാലും പണമായാലും എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും. കാരണം അതവർ നല്ല രീതിയിൽ വേണം ഉപയോഗിക്കാൻ. ദുർജനങ്ങൾക്ക് നമ്മൾ എന്ത് കാര്യം പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പകർന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതവർ ദുരുപയോഗം ചെയ്യും. അപ്പോൾ അതിന് ഒരു മൂല്യം ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം പകർന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് സജ്ജനങ്ങൾക്ക് വേണ്ടിയാവണം, അത് ഉപകാരത്തിന് വേണ്ടിയിട്ടും ആയിരിക്കണം. പിന്നെ ഗുരുശ്രീപദ പൊൽപ്പൂവൊന്നു തലോടിയില്ല. ഗുരുനാഥന്മാരുടെ ആ കാലടികളെ വേണ്ടതുപോലെ ശുശ്രൂഷ ചെയ്ത് അവർക്ക് നല്ലത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഗുരുനാഥന്മാർക്ക് വേണ്ട ബഹുമാനങ്ങൾ നൽകി അവരിൽ നിന്നും ഗുരുത്വം സമ്പാദിക്കാനായിട്ട് സാധിച്ചില്ല. മോശമായിട്ടുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ആ സമയത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമുക്കറിയാലോ, എന്ത് കാര്യങ്ങൾക്ക് നല്ല രീതിയിലേക്ക് അത് പര്യവസാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഗുരുത്വം എന്നുള്ളത്. അപ്പോൾ വേണ്ടതുപോലെ ബഹുമാനം നൽകി ഗുരുത്വം ഇവിടെ സമ്പാദിച്ചിട്ടില്ല. സമയേ ചെയ്തീല സന്ധ്യാർച്ചനം. അതുപോലെ ഈശ്വരാരാധന വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്തില്ല. മനസ്സിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈശ്വരനെ ഒന്ന് ധ്യാനിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമുണ്ടായിരിക്കും. അത് ഓരോ കാലഘട്ടത്തിലും, ബാല്യമായാലും കൗമാരമായാലും യൗവനമാണെങ്കിലും ഏത് സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഈശ്വരനെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പല വിപത്തുകളെയും അത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈശ്വര ഭജനം എല്ലാ കാലഘട്ടത്തിലും വേണ്ടതാണ്. അത് വേണ്ടതുപോലെ ഭജനം ചെയ്യാനായിട്ട് സാധിച്ചില്ല. കെൽപ്പേറും യമരാജകിങ്കരകരവ്യാപാരഘോരാമയം നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ. അവസാന കാലഘട്ടത്തിൽ മരണം അടുക്കാറായ സമയത്ത് യമരാജൻ്റെ കിങ്കരന്മാർ എന്നെ കൊണ്ടുപോകാൻ വരുന്ന സമയത്ത് അവരിൽ നിന്ന് അവരെ കാണുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത ഒരു പേടിയാണ് തോന്നുന്നത്. ആ പേടിക്കുള്ള ഒരു മരുന്നും ഇന്ന് എൻ്റെ കയ്യിലില്ല. അതായത് ആ പേടിക്കുള്ള മരുന്നുകളായിരുന്നു മുൻപ് പൂർവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സജ്ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്തു കൊടുക്കുക, ഗുരുത്വം സമ്പാദിക്കുക, അതുപോലെ തന്നെ ഈശ്വര ഭജനം ചെയ്യുക എന്നുള്ളതൊക്കെ. പക്ഷെ ഇന്ന് ആ മരുന്നുകളൊന്നും തന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഇല്ല. അതുതന്നെയാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ
അമ്മേ എന്നവിടെ വിളിക്കുന്നുണ്ട്. കാരണം ദേവി വിചാരിച്ചാൽ മാത്രമാണ് എനിക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ ഇനി ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വേണ്ട സമയത്ത് വേണ്ടതൊന്നും ചെയ്തില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ആ പേടിയൊക്കെ മാറ്റാൻ അമ്മ മാത്രമാണ് എനിക്ക് രക്ഷയായിട്ടുള്ളത്. അതുകൊണ്ട് അമ്മ എല്ലാം എനിക്ക് പുറത്തു തരണം എന്നുള്ളൊരു അപേക്ഷ കൂടിയാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് നല്ല കർമ്മങ്ങൾ ചെയ്ത് ഗുരുനാഥന്മാരെ വന്ദിച്ച് ഈശ്വരാരാധന വേണ്ട വിധത്തിൽ ചെയ്ത് ആണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നല്ല ഫലത്തെ നമുക്ക് പ്രദാനം ചെയ്യും. അത് അല്ലാത്ത സമയത്ത് നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്കെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കും അതൊക്കെ ചെയ്യേണ്ട സമയങ്ങൾ കഴിഞ്ഞുപോയി എന്നുള്ള ആ ഒരു പശ്ചാത്താപം എല്ലാവരുടെ ജീവിതത്തിലും ഇത് പ്രകടമായിട്ടുള്ള ഒന്നാണ്. അതുതന്നെയാണ് ഇവിടെ ഈ ശ്ലോകത്തിലും കവി കാണിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടി ശ്ലോകം ചൊല്ലുന്നു. സൽപാത്രത്തിലൊഴിച്ചതില്ലൊരു തവിത്തോയം ഗുരുശ്രീപദപ്പൊൽപ്പൂവൊന്നു തലോടിയില്ല സമയേ ചെയ്തീല സന്ധ്യാർച്ചനം കെൽപ്പേറും യമരാജകിങ്കര കരവ്യാപാരഘോരാമയം നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം. നമസ്തേ.